ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ. കുറേ നാളായി ഞങ്ങൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, ബട്ട് ഞങ്ങളിപ്പോൾ ഒരു കൺട്രി സൈഡ് ട്രിപ്പിനൊക്കെ വന്നാൽ സോ നമുക്കൊരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വർത്ത് ഇറ്റ് അല്ലേ? നല്ലൊരു ട്രിപ്പാണ്. നിങ്ങൾക്ക് വീക്കെൻഡിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളൊരു കൺട്രി സൈഡിലൊക്കെ പോകാൻ വേണ്ടി ഞങ്ങൾ എസ്പെഷ്യലി നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെങ്കിൽ അതൊക്കെ ഒന്ന് റിലീവ് ചെയ്യാൻ വേണ്ടി റിലാക്സേഷൻ ആണ്. ഞങ്ങൾ അങ്ങനെ അധികം സ്ഥലത്തൊന്നും പോയില്ല. ജസ്റ്റ് ഒരു ഫാം ഹൗസിൽ സ്റ്റേ ചെയ്ത് ജസ്റ്റ് ഞങ്ങൾക്ക് കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് കൺട്രി സൈഡിൽ ജസ്റ്റ് വോക്ക് ചെയ്തു. പക്ഷെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ആയതുകൊണ്ട് ഒരു പക്ക റിലാക്സേഷൻ ആയിരുന്നു. എല്ലാജിക്ക് നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ വന്നതിൽ നമ്മൾ കുറേ ട്രിപ്പ് പോയിട്ടുണ്ട്. അധികം ഇന്റർനാഷണൽ ഒന്നും ഇല്ലെങ്കിലും കുറച്ചുകൂടെ നമ്മൾ സ്ഥലം കാണാനാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വന്നൊരു ട്രിപ്പാണ്. സോ എന്തായാലും ഒരു അതെ, നമുക്ക് ബഹളം വെക്കാനും നല്ല ഫുഡ് ഉണ്ടാക്കി കഴിക്കാനും അന്ന് നമ്മൾ കേരളത്തിലൊക്കെ എത്തിയ പോലെ ഒരു ഫീൽ ഉണ്ട്. ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേരുണ്ട് പക്ഷെ നാട് പോലെ തോന്നുന്നുണ്ട്. UK ഇങ്ങനത്തെ സ്ഥലം ഉണ്ടോ? ഉണ്ട്. ഒരു നല്ല കൺട്രി സൈഡ് വൈബ്, നല്ല രസമുണ്ട്. ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഡീപ്പിൽ അല്ലേ. സോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളും ഇങ്ങനെ ട്രിപ്പൊക്കെ പോവുക. ദൂര സ്ഥലത്തൊന്നും അല്ല, ഇതെന്ന് പറഞ്ഞാൽ ഓക്സ്ഫോർഡിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 1 hourനുള്ളിൽ ബസ്സിലെത്താൻ പറ്റിയൊരു സ്ഥലം. അധികം പൈസയൊന്നും അതുപോലെ തന്നെ എക്സ്പെൻസീവ് അല്ല അല്ലേ. ഞങ്ങൾ ഭയങ്കര ചീപ്പായിട്ട്, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ട്രിപ്പ് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറാണ്. അതെ, ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഞങ്ങൾക്ക് വണ്ടി കാർ അങ്ങനെയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ബസ്സിന് നമുക്ക് ഏകദേശം ഒരു £6 സംതിങ് ആയതുള്ളൂ. അത്ര ആയതേ ഉള്ളൂ ഇവിടെ എത്താൻ ഈ സ്റ്റേ ഏരിയയിൽ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങൾ നടന്ന് കാണാനുള്ള ദൂരമുള്ളൂ, നമുക്കല്ലാതെ ബസ്സിന് അങ്ങനെയൊന്നും പിടിക്കേണ്ടെന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന വീട്ടിലെ ഡേവിഡ് എന്ന് പറഞ്ഞ ആള് അവിടെ തന്നെ താമസിക്കുന്ന വേറെ ഒരാളോട് നമ്മളിവിടെ കൊണ്ടാക്കാൻ പറഞ്ഞു. അവർ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് വാക്കിംഗ് ആണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമുക്ക് നടന്ന് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ വേണം, നമ്മൾ ചളി കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്റ്റേക്കേഷനിൽ നല്ല അറേഞ്ച്മെന്റ് ആണ്. ഇൻക്ലൂഡ് ഫുഡ്, വൈഫൈ ഫെസിലിറ്റീസ്, പിന്നെ വേറെ എന്താ, നല്ലൊരു കോസി അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ നമുക്ക് എപ്പോഴും അതിന്റെ ഹോം ടൂർ ഇടാം. അതുപോലെ തന്നെ അവിടുത്തെ ആളുമാണേലും നല്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഡേവിഡ് ആണേലും നല്ല ഹെൽപ്ഫുൾ ആണ്. ഭയങ്കര ഞങ്ങളാളുടെ പിക്ചർ ഞങ്ങളാളുടെ ഇവിടെ ഓർമ്മ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾ ഇതിൻ്റെ ആഡ് ചെയ്യാം. പിന്നെ പറയുകയാണെങ്കിൽ വർത്താണ് ഇങ്ങനെ ഒരു ട്രിപ്പ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്ന് നോക്കാം. ഇതൊക്കെ ഒരു നാട്ടിടവഴികളാണ്, UK നാടിന്റെ ഒരു ഇടവഴികളാണ്. നല്ലതാണ്. തണുക്കുന്നുണ്ടോ അല്ലേജി? ഇല്ല, ഒരിക്കലില്ല. നല്ലൊരു വെതർ ടൈമിലാണ് നമ്മൾ വന്നത്. പക്ഷെ ഇന്നലെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. ബട്ട് ഫൈൻ. എന്താ നമ്മൾ അങ്ങനെ നോക്കൂ, ഇത് 1 month ഐ തിങ്ക് ഒരു നല്ല എക്സ്പെൻസീവ് ഏതോ ഒരു നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ വീടൊക്കെ ഒരു നോർമലാണ്. പക്ഷെ UK വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള വീടുകളൊക്കെ ഒരു ബംഗ്ലാവ് ടൈപ്പ് ഓഫ് വീടുകളൊക്കെ. പിന്നെ ഇവിടെ മറ്റേ കോസ്വോൾഡ് ടൈപ്പ് ബിൽഡിങ്സ് ഉണ്ട്, നമുക്ക് നടക്കുമ്പോൾ കാണിക്കാം. കുറേ റോസ്. ട്രിപ്പിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ള? സന്തോഷം. സീരിയസ് ആയിട്ട് ചോദിച്ചു. നല്ല മനസ്സിനുള്ളിൽ നിന്ന് പറയും. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള. ഇനി നീ ഇങ്ങോട്ട് വരൂ. നിങ്ങളുടെ കൂടെ എനിക്ക് നമുക്ക് സ്ഥലത്തേക്കാൾ നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ വേറെ ഒരാൾക്ക് നമുക്ക് കംപ്ലീറ്റ്ലി ഇപ്പൊ അവർക്കൊരു സ്ട്രെസ് റിലീവ് ട്രിപ്പൊക്കെ ആവശ്യമുള്ളവർക്ക് ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യും. ഞാനും ലൈക്ക് നമ്മളൊരു സ്കോട്ട്ലൻഡിന്റെ ഒക്കെ ഒരു കൺട്രി സൈഡ് പോകുന്നത്, അതുപോലെ തന്നെ ഡെവൻ അതിന്റെ ഒക്കെ ഒരു നമുക്ക് കുറച്ച് കൺട്രി സൈഡ് പിടിക്കാം. എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുന്നു. നല്ല സ്ഥലം കണ്ടോ? ചങ്കിങ് വരൂ. കാടും മലകളും. 2 അഭിനയ കുലപതികളാണ് പോകുന്നത്. എന്താണ് അവിടെ കാണിക്കുന്നത്?
എന്തൊക്കെയോ കാണിച്ചു. എന്താ പറ്റിയത്? ഷൂ ഇതുപോലത്തെ ഒരു ചവിട്ടി കഴിഞ്ഞാൽ അപ്പൊ പ്രശ്നമാണ് പുള്ളിക്ക്. പറയുന്ന ചെങ്കും വെള്ളം. പക്ഷെ എന്റെ ഗ്രേ ആണ്. ഞാൻ വൈറ്റ് ടോപ്പേ ഉള്ളൂ ഗൈസ്. ബട്ട് ലൈക്ക് നമ്മളെല്ലാരും കൈൻഡ് ഓഫ് സിമിലർ കളർ ഡ്രസ്സാണ് ഞങ്ങൾ എല്ലാരും ഇട്ടേക്കുന്നത്. അത് നമ്മൾ പ്ലാൻ ചെയ്തല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ സ്ഥലം. ഇപ്പൊ ഞങ്ങളിവിടെ കണ്ടത് കൂടുതൽ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ ഇവിടെ താമസിക്കുന്നത്. നമ്മളുടെ പ്ലാൻ എന്താ? എനിക്ക് പ്രായമായിട്ട് അല്ല, റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളവർക്കാണെങ്കിൽ ഇറ്റ്സ് എ ബെസ്റ്റ് പ്ലേസ്. അതായത് നല്ല പീസ്ഫുൾ ആണ്, കാം ആണ്. അതുപോലെ തന്നെ ഈവനിങ് ഒക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമല്ലേ അല്ലേ? അങ്ങനെയല്ല, നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് സിറ്റി ലൈഫാണ് ഇഷ്ടം. എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കൊരു കൺട്രി സൈഡ് ലൈഫാണ് ഇഷ്ടം. എനിക്ക് കൺട്രി സൈഡിലും വീട് വേണം. പക്ഷെ എപ്പോഴും അവിടെ എനിക്ക് അടഞ്ഞുകൂടി ജീവിക്കാൻ താല്പര്യമില്ല. തോന്നുമ്പോ മാത്രം പോയി ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ട് വേണമെന്നുണ്ട്. നമുക്ക് എല്ലാം നമ്മൾ ഒരുമിച്ച് നമുക്ക് തിരിച്ചു പോവാം. മീശമാധവല്ലേ ആ സീൻ ആൻമരിയ സേവിയറിന് ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? You like it? Of course, yes. It's so good. കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമഴയിൽ 17 അഴകാണ്. സ്കൂട്ടായി രണ്ട് പട്ടുകൾ. അത് കാണിച്ചു കൊടുക്കും വ്യൂസിന്. അതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. ഓ, വീട്ടിൽ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നു ഗൈസ്. ലുക്ക് അറ്റ് ദാറ്റ്. വൗ, എനിക്കിഷ്ടായി. ഞങ്ങൾ അതിന്റെ മെയിൻ കൊറിയോഗ്രാഫർ ആയിരുന്നു അലീന. ഇവരൊക്കെ എന്നെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുവായിരുന്നു. ഇല്ലില്ല, ഞാൻ അലീനജിയുടെ ഫാനായിരുന്നു. ഞാനും ശ്രുതിയും അലീനജിയുടെ കടുത്ത ആരാധികമാരായിരുന്നു. കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുവായിരുന്നു. എനിക്ക് ഇപ്പോഴും നീ എന്നിട്ട് ഡ്രസ്സ് വരെ ഓർമ്മയുണ്ട്. അല്ല, ചുമപ്പും അതിനകത്ത് ഇവിടെ ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ. അതും ക്രിസ്മസിന്റെ ആ ഒരു മൂഡ്. എന്നിട്ട് കോമഡി ഭാഗ്യത്തിന് ക്രിസ്മസ് മറ്റേ ഇതല്ലോ ഹാഷിറിന്റെ ഒരു സാധനമില്ലേ, ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സ്റ്റേക്കേഷൻ ആണെങ്കിലും നല്ല രസമായിരുന്നു. നല്ല സ്റ്റേക്കേഷൻ ആണ്. നല്ലതാണ്. നമുക്ക് സ്റ്റേക്കേഷന്റെ ഒരു ഹോം ടൂർ ഇടാം. നാളെ രാവിലെ നമ്മൾ പിന്നെ ഞങ്ങൾ കുക്ക് ചെയ്തൊക്കെ നമുക്ക് ഇന്ന് ഈവനിങ് വാക്കിന് പോയാലോ? ശരിയാ. ഞങ്ങൾ രാവിലെ കുക്ക് ചെയ്ത് കഴിച്ചാൽ. ഞാനത് നിങ്ങളോട് പറഞ്ഞു പോകുന്ന വഴി എന്തെങ്കിലും വാങ്ങിയിട്ട് ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കാം. അതൊരു നല്ല ഐഡിയ ആണ്. ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഈ വഴി നടന്നാൽ ഓക്സ്ഫോർഡ് തിരിച്ചെത്തുമെന്നാണ് ഞങ്ങളോട് ഇവര് പറഞ്ഞത്. സോ ഞങ്ങൾ അങ്ങനെ കുറച്ച് നടന്നു നോക്കാന്ന് വിചാരിച്ചു. അലീനജി, എനിക്ക് ബ്ലോഗ് കണ്ടന്റ് തരൂ. ഈ വഴി നടന്ന് നമ്മൾ ഓക്സ്ഫോർഡ് എത്താൻ പോവാൻ തോന്നുന്നു ഗൈസ്. അപ്പൊ ഞങ്ങള് അവിടെ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്തു. അത് ഇവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. സോ ഡു ചെക്ക് ഔട്ട്. അഭിനയ കൊലപതി ഞങ്ങളുടെ ഗ്രൂപ്പിലെ എൽസ അഭിനയിച്ച സീനൊന്നും ഇവിടെ ഒന്നും അഭിനയിക്കാം. ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനൊരു സിനിമ ഉണ്ടാക്കിയത് അതിലെ നടി എൽസ ആയിരിക്കും. ഞാനൊരു ഡയറക്ടർ. ഞാനും അലീനജി വില്ലത്തിൽ. എനിക്കൊരു വില്ലത്തെ റോള്. അതുകൊണ്ടല്ല, വില്ലന്മാരാണ് നായകന്മാരെക്കാൾ നന്നായി പെർഫോം ചെയ്യേണ്ടത്. യു ഹാവ് ദാറ്റ് സ്കിൽ. താങ്ക് യു. അപ്പൊ ഞങ്ങൾ വേറെ ഒരു സീന് കണ്ടു. അപ്പൊ ഞങ്ങൾ നോക്കൂ, നല്ലൊരു പാടം. നിങ്ങക്ക് കാണാൻ പറ്റില്ല, ഞാൻ നിക്കുന്നുണ്ട്. നോക്കൂ, അത് ഷൂട്ട് ചെയ്യാൻ വന്നാണ്. സോ ഞങ്ങൾ പാടത്തിന് നടുക്കുന്ന നമുക്ക് പുല്ല് പറിച്ച്. പിന്നെ 2-3 ദിവസമായിട്ട് ഷാനയുടെ വീഡിയോസും അങ്ങനെ വരുന്നില്ല. കുറച്ച് ദിവസം ഞങ്ങൾ തിരക്കായിരുന്നു. വീട്ടിലൊക്കെ പോയി. നമ്മൾ കല്യാണത്തിന്റെ ഇട്ടായിരുന്നു. കല്യാണത്തിന്റെ നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ ഒരു വീഡിയോ വന്നിട്ട് കുറെ നാളെ. പക്ഷെ എന്നാലും അവള് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും അവളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഷീ ഈസ് വർക്കിംഗ് ഹാർഡ് ഫോർ ഹർ യൂട്യൂബ് ചാനൽ. പ്ലീസ്
എനിക്കിപ്പോ 355 സബ്സ്ക്രൈബേഴ്സ് ആയി. ഒരു നാൾ ഞാൻ വലുതാവും. വണ്ടർഫുൾ. ഞങ്ങളുടെ ഒരു എനിക്ക് പ്ലേ ബട്ടൺ കിട്ടുന്ന ദിവസം ഞങ്ങൾ സെലിബ്രേറ്റ് നമുക്കൊരു വേറൊരു രാജ്യത്തുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. ഓഫ് കോഴ്സ്. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാം നമുക്ക് ഏത് രാജ്യത്താണ് പോകേണ്ടത്. ഈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പാടം കാണിച്ചു കൊടുത്താൽ നോക്കൂ, ഭയങ്കര മനോഹരം. ഈ പാടം നടന്നു ചെന്നാൽ നമുക്ക് ലണ്ടൻ വരെ എത്താമെന്നാണ് ചേട്ടൻ പറയുന്നത്. അവിടെ കണ്ടൊരു അപ്പൂപ്പൻ പറഞ്ഞത്. എനിക്കറിയില്ല. ഞങ്ങൾ എന്തായാലും ലണ്ടൻ വരെ ഒന്നും നടക്കുന്നില്ല. കുറച്ച് നടന്നിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇതാണ് പോപ്പി. പോപ്പി എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ മോഫിനും കൊടീനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ സ്ഥലത്ത് ഈ പോപ്പി പൂ ഭയങ്കര നോർമലായിട്ട് കാണുന്ന ഒരു സാധനം. ഇപ്പൊ കാണിച്ചു തോന്നുന്നു ആ പൂവ് ഈ വഴിവീതികളിലെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ? ഇവിടെ എല്ലാം മോഫിനും കൊടീനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. കറുപ്പാണോ ഇത്? കറുപ്പെന്ന് പറയുന്ന സാധനമാണ് അല്ലേടി? കറുപ്പെന്ന് നമ്മൾ മലയാളം എനിക്ക് പണ്ട് എപ്പോഴോ പഠിച്ച സമയത്തൊക്കെ ഓർമ്മയുണ്ട്. അതെ അതെ, ഒപ്പിയും ഉണ്ടാക്കാൻ വേണ്ടി ഭയങ്കര കോമൺ ആണ് ഇവിടെ എല്ലാ വീടുകളിലും നമുക്ക് കാണാം. ഇത് നമ്മുടെ നാട്ടിൽ ലീഗൽ അല്ലല്ലോ ഇങ്ങനെ വഴിയിലൊന്നും നട്ടു വെക്കാൻ വേണ്ടി. ആണോ അൻവരിയ? അല്ലല്ല, നമ്മുടെ നാട്ടിൽ ലീഗൽ അല്ല എന്നാണ് എൻ്റെ ഒരു. അല്ല ഇപ്പോഴും അങ്ങനെയല്ലേ ഇങ്ങനെ ഈ പൂവ് ചുമ്മാ നമുക്ക് നമ്മുടെ കഞ്ചാവൊക്കെ വളർത്തുന്നത് പോലെ ചുമ്മാ ഒരാൾക്ക് വളർത്താൻ പറ്റിയ ഒരു സാധനമല്ല. എനിക്കറിയില്ല അതിന്റെ ലീഗൽ ഇഷ്യൂസിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഇത് നമ്മൾ ഓക്സ്ഫോർഡിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പോകുന്നതിന് മുമ്പ്. എനിക്കറിയില്ല, എനിക്കറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. എന്റെ ചായക്ക് അതേടി അതെ, ഞാൻ നോക്കി ചാറ്റ് GPT നോക്കിയപ്പോ അവര് കൊടീനും മോപ്പിനും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫ്ലവറാണ് അത്. കൂടുതലും ഇതോ ഇവിടെയും ഉണ്ടത്. പറയൂ നമ്മുടെ എന്താ അതങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ ഇതിനകത്ത് നായകനും വലിയ ഇതൊക്കെ കഴിഞ്ഞ് കുറെ പ്രശ്നത്തിനോടൊക്കെ കടന്നായിട്ട് അവര് തിരിച്ച് പോപ്പി ഫീൽഡിൽ ഇങ്ങനെ വന്ന് കിടക്കുകയൊക്കെ ചെയ്ത് അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട് പോപ്പി ഫീൽഡുമായിട്ട്. അത് കാണിച്ചു കൊടുക്കും. റെക്ലെസ്, അതാണ് ബുക്കിന്റെ പേര്. ഓ, അത് ഇവൾ കണക്റ്റഡ് ആണെന്ന് എനിക്കറിയാം. റെക്ലെസ് കിട്ടാൻ ഞാൻ ഇവിടെ ഇരുന്ന് അതിന്റെ ഒരു എഡിഷൻ കിട്ടാഞ്ഞിട്ട് ലൈബ്രറിയുടെ ഫ്രണ്ടിൽ കിടന്ന് മോങ്ങുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. She's somebody so connected with the books. വായിക്കുന്നതൊക്കെ നല്ലൊരു ഷീറ്റ്. ഇവിടെ കുറെ റോസപ്പൂക്കളൊക്കെ. ഇവിടുത്തെ ഇവരൊക്കെ കുറച്ച് ഗാർഡനിങ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് തോന്നുന്നല്ലേ. പിന്നെ ഇവിടുത്തെ വെതർ എല്ലാത്തിനും കുറച്ചുകൂടെ. പിന്നെ വെതർ ആണെങ്കിലും നമ്മൾ നല്ലോണം നോക്കിയും വളർത്തണം അല്ലേ. എനിക്ക് ഗാർഡനിങ് ഇഷ്ടം. ആൻമരിയ സേവിയറിന് ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? Did you like it? Of course, yes. It's so good. കുട്ടിക്കുറുമ്പുകളെ കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമഴയിൽ 17 അഴകാണ്. സ്കൂട്ടായി ബാണിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പ്. വരാം ഞാൻ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി എന്നിട്ട് നമുക്ക് ഓടുന്ന വീഡിയോ വരൂടി. ഓക്കെ കൈസ്, ഞങ്ങൾ ഓടാൻ ഇറങ്ങിയതാ. കണ്ടില്ലേ ഞാനൊക്കെ ഓടുന്നു. അലീനേജി ടയർഡായോ? ഇല്ല, ഒട്ടില്ല. ഞങ്ങൾ യൂഷ്വലി എന്നും ഓടാൻ ഇറങ്ങുന്നവരാണ്. നമുക്ക് ഫിറ്റ് ആണ്. ഫിറ്റ് ശ്വാസം കിട്ടുന്നതേ ഉള്ളൂ. വെരി ഫിറ്റ്. അതാടി നമുക്ക് നടക്കാനുള്ളതേ. ഗോതമ്പ് ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. ഇത് ഗോതമ്പാണോ അല്ലേജി? സൈനിങ് ഓഫ് ഫ്രം അലീന ജിജി ആൻഡ് ഷാൻ പറഞ്ഞു. ശരിക്കും